2023 ഒക്ടോബർ 7 ലോകത്തിലെ ഏത് കോണിൽ ഒരു ഇല അനങ്ങിയാലും പിടിച്ചെടുക്കാൻ മാത്രം ശക്തമായ സുരക്ഷാ സാങ്കേതിക സംവിധാനങ്ങളെയും സൈനിക കരുത്തിനെയും മറികടന്ന് അബാബീൽ പക്ഷികളെ പോലെ ഇസ്രായേലിനുമേൽ ഹമാസ് പോരാളികൾ പറന്നിറങ്ങിയ ആ ദിവസം. അന്ന് ഇസ്രായേൽ എന്ന ലോകശക്തിക്കുമേൽ ഹമാസിന്റെ റോക്കറ്റുകൾ ഒന്നിനു പിറകെ ഒന്നായി തീ തുപ്പിയതിന് പിന്നാലെ ഒരു വീഡിയോ സന്ദേശം പുറത്തു വന്നിരുന്നു. മസ്ജിദുൽ അഖ്സയിൽ സയനിസ്റ്റ് രാജ്യം നടത്തുന്ന അതിക്രമങ്ങൾക്കും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ മറികടന്ന അധിനിവേശത്തിനുമുള്ള മറുപടിയാണ് ഈ ആക്രമണം. ഉറച്ച ശബ്ദത്തിലുള്ള ആ സന്ദേശം ഒരു മുന്നറിയിപ്പ് കൂടിയായിരുന്നു ഇസ്രായേലിനും കൂട്ടാളികൾക്കും. അമേരിക്കയുടെയും പടിഞ്ഞാറൻ രാജ്യങ്ങളുടെയും പിന്തുണയോടെ ഇസ്രായേൽ ചെയ്തു കൂട്ടുന്ന ഓരോ അതിക്രമത്തിനും അവർ എണ്ണി കണക്ക് പറയേണ്ടി വരുമെന്ന മുന്നറിയിപ്പ്. ഈ അതിക്രമങ്ങൾക്കെല്ലാം ഒരു പൂർണ്ണ വിരാമമിടാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡിന്റെ മേധാവിയായ മുഹമ്മദ് ദൈഫായിരുന്നു ആ മുന്നറിയിപ്പുകാരൻ. അക്ഷരാർത്ഥത്തിൽ ഇസ്രായേലിനെ വിറപ്പിച്ച ധീരയോദ്ധാവ്. നിരവധി തവണയാണ് ദൈഫിനെതിരെ വധശ്രമം ഉണ്ടായത്. എന്നാൽ അദ്ദേഹത്തെ തൊടാൻ അവർക്കായില്ല. ഇതേ ദൈഫിനെ ലക്ഷ്യമിട്ടാണ് കഴിഞ്ഞ ദിവസം അൽ മവാസി അഭയാർത്ഥി ക്യാമ്പിൽ 90 ജീവനെടുത്ത ആക്രമണം ഇസ്രായേൽ നടത്തിയത്. ദൈഫ് കൊല്ലപ്പെട്ടെന്ന് പടിഞ്ഞാറൻ മീഡിയകൾ പ്രചരിപ്പിച്ചു. എന്നാൽ വാർത്തകൾ തെറ്റാണെന്ന് വ്യക്തമാക്കി ഹമാസ് രംഗത്തെത്തി. കാലങ്ങളായി ഇസ്രായേലിന്റെ ഹിറ്റ് ലിസ്റ്റിലുള്ള ഹമാസിന്റെ രഹസ്യ കമാൻഡറാണ് മുഹമ്മദ് ദൈഫ്. 9 വർഷത്തോളം ജനങ്ങളിൽ നിന്ന് അപ്രത്യക്ഷനായിരുന്നു അദ്ദേഹം. പിന്നീട് 2021 ജറാഹ് മേഖലയിൽ നിന്ന് ഫലസ്തീനികളെ കുടിയൊഴിപ്പിക്കാൻ ഇസ്രായേൽ ശ്രമങ്ങൾ നടത്തുന്നതിനിടെ അദ്ദേഹത്തിന്റെ ശബ്ദം ഒരിക്കൽ കൂടി ലോകം കേട്ടു. പിന്നീട് 2021 ജറാഹ് മേഖലയിൽ നിന്ന് ഫലസ്തീനികളെ കുടിയൊഴിപ്പിക്കാൻ ഇസ്രായേൽ ശ്രമങ്ങൾ നടത്തുന്നതിനിടെ അദ്ദേഹത്തിന്റെ ശബ്ദം ലോകം കേട്ടു. ജറാഹിന് മേൽ കൈവച്ചാൽ കനത്ത വില നൽകേണ്ടി വരുമെന്ന് 9 ആണ്ടിന് ശേഷം ആദ്യമായി അദ്ദേഹം ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി. പിന്നീട് അൽ അഖ്സയിൽ ഇസ്രായേൽ നൽകിയ അതിക്രമങ്ങൾക്ക് കനത്ത മറുപടി ഹമാസ് നൽകുന്നതാണ് ലോകം കാണുന്നത്. 2000 ആണ്ടിന്റെ തുടക്കത്തിൽ തന്നെ ദൈഫിനെ വധിക്കാൻ ഇസ്രായേൽ നീക്കം ആരംഭിച്ചിരുന്നു. 2006 ഹമാസ് നേതാക്കന്മാർ ഒരുമിച്ച് കൂടിയ കെട്ടിടത്തിന് നേരെ നടന്ന അക്രമത്തിൽ ദൈഫിന് ഗുരുതരമായി പരിക്കേറ്റെങ്കിലും രക്ഷപ്പെട്ടു. 2014 ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ദൈഫിന്റെ ഭാര്യയും മക്കളും കൊല്ലപ്പെട്ടു. പക്ഷേ അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. 2021 നടത്തിയ 11 ദിവസത്തെ ആക്രമണങ്ങൾക്കിടെ 2 തവണ ദൈഫിനെ വധിക്കാൻ ശ്രമിച്ചിരുന്നതായി ഇസ്രായേൽ തന്നെ സമ്മതിച്ചിരുന്നു. നിരന്തരമായി വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിനാൽ ഫലസ്തീനികൾ അദ്ദേഹത്തിന് ഒരു ഓമന പേരിട്ടു: 9 ജീവനുകളുള്ള പൂച്ച. 1965 ഗസയിലെ ഖാൻ യൂനിസിലെ അഭയാർത്ഥി ക്യാമ്പിലാണ് ദൈഫ് ജനിച്ചത്. യഥാർത്ഥ പേര് മുഹമ്മദ് ദൈബ് ഇബ്രാഹിം അൽ മസ്രി. ഗസ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ ഉന്നത വിദ്യാഭ്യാസം. ആദ്യകാലത്ത് മുസ്ലിം ബ്രദർഹുഡ് പ്രവർത്തകനായിരുന്നു അദ്ദേഹം. പിന്നീട് 1987 ഹമാസ് രൂപീകരിക്കപ്പെടുകയും ആദ്യ ഇൻതിഫാദ ആരംഭിക്കുകയും ചെയ്ത ശേഷം അദ്ദേഹം ഹമാസിൽ ചേർന്നു. തന്ത്രപരമായ നിരവധി ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കി. ഇത് സംഘടനയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനമുയർത്തി. 1990കളിൽ ഖസാം ബ്രിഗേഡ്സ് എന്ന പേരിൽ ഹമാസ് സൈനിക വിഭാഗത്തിന് രൂപം നൽകുമ്പോൾ അതിന്റെ സ്ഥാപകരിൽ പ്രധാനിയായിരുന്നു ദൈഫ്. അന്നും ഇന്നും ഇസ്രായേലിനെ കുഴക്കിയിട്ടുള്ള ഗസയിലെ ഹമാസ് തുരങ്കങ്ങളുടെ സൂത്രധാരന്മാരിൽ ഒരാൾ കൂടിയാണ് ദൈഫ്. 2002 രണ്ടാം ഇൻതിഫാദയുടെ മൂർധന്യാവസ്ഥയിൽ അൽ ഖസാം മേധാവിയായിരുന്ന സലാഹ് ഷഹാദെ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ദൈഫ് പുതിയ മേധാവിയുമായി. അൽ ഖസാം ബ്രിഗേഡിനെ അതിശക്തമായ സേനാ വിഭാഗമാക്കുന്നതിൽ ദൈഫിന്റെ പങ്ക് വളരെ വലുതാണ്. 2015 US ദൈഫിനെ തീവ്രവാദിയായി പ്രഖ്യാപിച്ചു. ഹമാസിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള നേതാവാണ് മുഹമ്മദ് ദൈഫ്. ഇസ്രായേലും ഇക്കാര്യം സമ്മതിക്കുന്നുണ്ട്. 2014 ദൈഫ് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു: ഫലസ്തീനികൾ സമാധാനത്തോടെ ജീവിക്കുന്ന നാൾ വരും വരെ ഇസ്രായേലിനും സമാധാനം ഉണ്ടാവില്ലെന്ന്, സുരക്ഷിതമായ ഒരു ജീവിതമുണ്ടാവുമെന്ന് സയനിസ്റ്റുകൾ കരുതേണ്ടെന്ന്. അതെ, കഴിഞ്ഞ 9 മാസമായി ഫലസ്തീൻ എന്ന കുഞ്ഞു രാഷ്ട്രത്തെ മുഴുവൻ തകർത്തെറിഞ്ഞിട്ടും 40,000-ഓളം മനുഷ്യരെ കൊന്നൊടുക്കിയിട്ടും സമാധാനമില്ലാത്തതും അരക്ഷിതത്വം അനുഭവപ്പെടുന്നതും ഫലസ്തീൻ ജനതയ്ക്കല്ല, മറിച്ച് അതിശക്തരെന്ന് സ്വയം പ്രഖ്യാപിച്ചിരിക്കുന്ന, അഹങ്കരിച്ചിരുന്ന ഇസ്രായേലിന് തന്നെയാണ് എന്നതാണ് യാഥാർത്ഥ്യം.